പനമ്പള്ളി നഗർ വഴി പോകുന്നവർക്ക് ആശ്വാസമാവുകയാണ് കിളിപോയി. എന്റെയും കിളിപോയിരിക്കുകയാണ്. അലി അക്ബർ ഷായുടെ പനമ്പള്ളി നഗറിൽ നിന്നും. അലി, ആകെ മൊത്തം കിളിപോയിരിക്കുന്ന അവസ്ഥയാണോ? എന്താണ് ഈ കിളിപോയി? പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ? വിനീത, എല്ലായിടത്തും കനത്ത ചൂടാണ്. എറണാകുളത്തും നല്ല ഗംഭീര ചൂടാണ്. അതുകൊണ്ട് തന്നെ വെയിൽ കൊണ്ട് കിളിപോയ അവസ്ഥയിലാണ് ഇവിടെ നാട്ടുകാരെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കനത്ത വെയിലത്ത് ചെറിയൊരു കുളിരേകാൻ, ചെറിയൊരു ആശ്വാസമാകുന്ന ഒരു കിളിപോയിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പനമ്പള്ളി നഗറാണ്. പനമ്പള്ളി നഗറിലേക്ക് വരുന്നവർക്കൊക്കെ ഇവിടേക്ക് വരാം. ഈ കനത്ത ചൂടിൽ കിളിപോയിയാണ് ഇവിടെ ആളുകൾക്ക് കുറച്ച് ആശ്വാസമേകുന്നത്. പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. എന്താണ് ഈ കിളിപോയി, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, പേരെങ്ങനെയാണ്? ഇർഷാദ്. എന്താണ് സംഗതി കിളിപോയി? ആക്ച്വലി ഗ്രേപ്പാണ്. ഗ്രേപ്പിന്റെ അത് ഹോർലിക്സ് മിക്സ് ചെയ്യുന്നത്. ഹണി ഗ്രേപ്പും ഹോർലിക്സ് മിക്സ് ആണ് കിളിപോയി. പിന്നെ പല ഐറ്റംസ് ഉണ്ട്, പല ഐറ്റംസ് വേറെ ഉണ്ട്. ഇതിപ്പോ എത്ര വർഷമായി ഇവിടെ? ഇവിടെ 14 വർഷം. 2010 സ്റ്റാർട്ട് ചെയ്താ. 2010. ഈ അടുത്താണ് നല്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായി ട്രെൻഡിങ് ആയത്. ഇപ്പോഴാണ് ബ്ലോഗേഴ്സ്മാർ കൂടി തന്നെയാണ് ഇപ്പൊ അത്യാവശ്യം ഹിറ്റ് ആയത്. മുമ്പേ ഉണ്ടായിരുന്നു, പോപ്പുലർ ആയിട്ടില്ല. ഈ 14 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ ഇത് തന്നെയായിരുന്നോ കടയുടെ പേര്? കുലിക്കായിരുന്നു, കുലിക്കില്ലായിരുന്നു. എപ്പോഴാണ് ഇത് കിളിപോയി ആയത്? ഇതിപ്പോ 5 വർഷമായി. വിനിത, ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവരുടേതായ ചില റെസിപ്പികളും പിന്നെ പ്രധാനമായും മുന്തിരിയും ഒക്കെയാണ് ഇതിന്റെ ഒരു കൂട്ട് എന്ന് പറയുന്നത്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗമായിരുന്നു കിളിപോയി. നമ്മൾ ആദ്യം ഇത് ശ്രദ്ധിച്ചത് ഇതിന്റെ പേര് കൊണ്ട് തന്നെയാണ്. പിന്നെയാണ് ആളുകളൊക്കെ പറഞ്ഞത് ഈ കിളിപോയി കിടക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ ഈ കിളിപോയി തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളത്. എന്തായാലും വലിയ ആൾത്തിരക്ക് ഈ കനത്ത വെയിലിലൂടെ അനുഭവപ്പെടാറുണ്ട്. ഇവിടെയൊക്കെ ആളുകളുണ്ട്. ഇവിടെ പരിസരങ്ങളൊക്കെ മാറിയുന്ന ആളുകൾ കുടിക്കുന്നുണ്ട്. ചേട്ടാ, ഇത് എന്നും വരാറുള്ള സ്ഥലമാണോ? അതെ, സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ്. ഞാനിവിടെ പനമ്പള്ളി നഗറിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ സ്ഥിരം വരുമായിരുന്നു. ഇപ്പം ഞങ്ങൾ മുളകാടാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇതുവഴി വരുമ്പം എപ്പോഴും നമ്മളിവിടെ കയറും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ഇതിനെപ്പറ്റി ഒരു റിവ്യൂ? നല്ല ഡ്രിങ്കാണ്. കാരണം ചൂട് സമയത്ത് നമുക്ക് നല്ല ഒരു റിഫ്രഷ്മെൻറ്റ് തരുന്ന ഒരു ഡ്രിങ്കാണ്. ഇവിടെ കിളിബോയാണ് ഏറ്റവും കൂടുതൽ, ഞാനും കൂടുതൽ എടുക്കുന്ന കിളിബോയ് എന്ന് പറയുന്ന സാധനമാണ്. വളരെ നല്ല റിഫ്രഷ്മെൻ്റാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവഴി പോകുമ്പോൾ എങ്ങനെയായാലും കയറി ഇത് ഡ്രിങ്ക് കഴിക്കും. ഇതിപ്പോൾ നമ്മുടെ മോനെയും വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അവനെ വെക്കേഷൻ ക്ലാസ്സിന് പോയതാണ്. അപ്പം എങ്ങനെയുണ്ട് പറ? നല്ലതാണോ? പറഞ്ഞേ. അടിപൊളിയാന്ന് പറ, സൂപ്പറാന്ന് പറ. അടിപൊളിയാണ്. അതെ. വിനീത, എന്തായാലും ഈ ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഡ്രിങ്ക് തന്നെയാണ് കിളിപോയി. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥയിൽ ഒരു രക്ഷ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഡ്രിങ്കുകളും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പനമ്പള്ളിയിലെ, കൊച്ചിയിലെ ഒരു വൈറൽ കിങ് തന്നെയാണ് എന്തായാലും കിളിപോയി. വിനീത, അലി, ഏതായാലും നല്ലൊരു കിളിപോയി അകത്താക്കുക. ആ ചൂടിനൊരു ശമനമാകട്ടെ. ഈ ഷോ കഴിഞ്ഞ് ഞങ്ങളും എന്തായാലും വരുന്നുണ്ട്. ആ ഡ്രിങ്ക് ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന്റെ പേരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കേട്ട് തന്നെ കിളിപോയി. ഏതായാലും പ്രേക്ഷകർ പനമ്പള്ളി നഗറിലൂടെ പോകുന്നുണ്ടെങ്കിൽ ചൂടിനൊരു ആശ്വാസമാകാൻ തീർച്ചയായും ട്രൈ ചെയ്യുക.